നമ്മളുടെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി തിരൂർ മാർക്കറ്റിൽ ഒരു കൗതുകമുള്ള കാഴ്ചയുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, നേരെ തിരൂർ മാർക്കറ്റിലെ കൗതുക കാഴ്ചയിലേക്ക് നോക്കണം. 24 അതിന്റെ 6ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലായ്പ്പോഴും കരുത്തായത് നമ്മുടെ പ്രേക്ഷകരാണ്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ തിരൂരിലുള്ള മാർക്കറ്റിലോട്ട് ഇറങ്ങിയപ്പോഴും പ്രേക്ഷകർ നമുക്കൊരു സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ പഴവും പച്ചക്കറിയും എല്ലാം ഉപയോഗിച്ച് 24 6th ആനിവേഴ്സറി എന്ന് അവർ എഴുതിയിരിക്കുകയാണ്. നമ്മൾ മധുര വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇത് കാണുന്നത്. എന്താണ് ആകെ സർപ്രൈസ് ആയി പോയി? വളരെ സന്തോഷം. 5ാം വർഷം കഴിഞ്ഞ് 6ാം വർഷത്തിലേക്ക് കടക്കുന്ന 24-ന് ആദ്യം തന്നെ ഞങ്ങൾ ആശംസകൾ നേരുകയാണ്. വിശ്വാസത്തോട് കൂടിയിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചാനലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് 24. ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോട് പറയാൻ കഴിയും, മാധ്യമ ജില്ലാ സമ്മേളനം നടത്തിയത് തിരൂരിലായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളൊക്കെ പരിപാടി പങ്കെടുത്തതാണ്. ഞങ്ങൾ സ്വീകരണ മുറിയിൽ കണ്ടിരുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റു ഭാഗത്ത് കണ്ടിരുന്ന മാധ്യമ പ്രവർത്തകർ നേരിട്ട് കാണാനും ഞങ്ങളുടെ ആകുലതകളും ആശയങ്ങളൊക്കെ പങ്കുവെക്കാനും കൂടി പറ്റിയ ഒരു അവസരം കൂടിയായിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇനി ഒരുപാട് വർഷങ്ങൾ, 100 വർഷങ്ങൾ 24 ഇതിന്റെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്നാണ് പറയാറ്. പക്ഷേ 24 ഒരു ആകർഷണം വന്നത് അവരെ ഹെഡ്ലൈനാണ്. ആ ഹെഡ്ലൈൻ തന്നെ ആ വാർത്തന്റെ ഫുള്ള് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി വളരെ ലളിതമായിട്ടാണ് 24 അവരെ ഹെഡ്ലൈൻ കാണിക്കുന്നത്. കാരണം മറ്റ് ചാനലിലൊക്കെ ഒരു തവണ അതിന്റെ വാർത്തന്റെ ഒരു ഹെഡ്ലൈൻ കാണിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാണെങ്കിൽ അടുത്ത ട്രോളിംഗ് വരുവോളം കാത്തു വെക്കണം. പക്ഷെ 24 അങ്ങനെ ഒരു ആകർഷണമുണ്ട്. അത് 24 മാത്രം കിട്ടിയൊരു കഴിവാണ്. എല്ലാവിധ ആശംസകളും ഈ സമയത്ത് നേർന്നുള്ളത്. ഏതായാലും പ്രേക്ഷകർക്ക് നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്, ഒപ്പം തന്നെ തിരൂരിലെ തൊഴിലാളികൾക്കും. തിരൂർ ഓർമ്മയുണ്ടോ? അവിടെ കയറി അവിടെ ഒരു ഏത്തക്കൊല നമുക്ക് തരും. അപ്പൊ അങ്ങനെയാ നമ്മൾ 1-2 തവണ മാർക്കറ്റിനകത്ത് കയറി അതെ അവിടെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമുക്കറിയാം, ലക്ഷക്കണക്കിന് വരുന്ന ലോകമെമ്പാടും ഇരുന്ന് നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും മധുരം എത്തിച്ചു തരിക എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ വാക്കുകൾ മധുരമായി നിങ്ങളിലേക്ക് എത്തുന്നത്. എന്നാൽ കുറച്ച് പേർക്ക് 14 ജില്ലകളിലും നമ്മൾ ലഡു വിതരണം ചെയ്തു. എല്ലാ ജില്ലകളിലെയും കുറച്ചാൾ അത് പ്രതീകാത്മകമായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ കൊച്ചിയാണ്, കൊച്ചി നഗരത്തിൽ നമ്മൾ ലഡു വിതരണവുമായിട്ട് ഇറങ്ങി. നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഈ ലഡുവായിട്ട് അവിടെ എത്തിയത് കേട്ടോ. നല്ല മനോഹരമായ ലഡു, ജ്ഞാനപ്രദമായിരിക്കുന്നു. ഇനി കണ്ണൂരിലേക്കാണ് നമ്മൾ ലഡു വിതരണമായി പോകുന്നത്. നമ്മുടെ ജനങ്ങൾ അത് നമ്മൾ അങ്ങനെ ആളുകളെ സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ റാൻഡമായിട്ട് കാണുന്നവർക്കൊക്കെ ലഡു കൊടുക്കുക. അവർക്ക് തന്നെ അറിയത്തില്ല എന്തോ കാര്യം എന്നുള്ളത്. അപ്പോൾ ജന്മദിനമാണ് എന്നാണ് പറഞ്ഞത്. 24 ജന്മദിനമാണ് കണ്ണൂർക്കാരെ. ഇനി കട്ടപ്പനയിൽ നടന്ന ലഡു വിതരണമാണ്. കട്ടപ്പനക്കാരെ നിങ്ങൾ അറിയുക, ഇത് 24 വാർഷികമാണ്. 6 കൊല്ലം കടന്നു, ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി കടന്നതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് കഴിച്ചോളൂ. ഓക്കെ, കട്ടപ്പനക്കാരാണ്. പള്ളിയിൽ പോയി വരികയാണ്. ഒരു പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെയാണ് മടങ്ങി വരുന്നത്. ഓക്കെ, കട്ടപ്പനയിലെ കൃതിക് റോഷന്മാർ. ഇനി മലപ്പുറത്തെ അവിടെ നല്ല വിതരണമാണ്. ഓക്കെ ചേട്ടാ, വേഗം കൊടുത്തു അല്ലേ? നല്ല ക്യാഷും ഒക്കെ ഇട്ട നല്ല അണ്ടിപ്പരിപ്പൊക്കെ ഉള്ള നല്ല സുന്ദര ലഡുവാണ്. നാവിൽ വെള്ളം ഊറും ഭാഷ്മി അല്ലേ? ഇനി കൊല്ലത്തേക്കാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊല്ലം കണ്ടവൻ ലഡുവും വേണം അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ. പിന്നൊരു കാര്യമുണ്ട്, മല്ലി ചേച്ചി വീണ്ടും വിളിച്ചു ലഡു വിതരണം കണ്ടപ്പോൾ. മല്ലിക സുകുമാരൻ വയനാട് നമ്മൾ അറിയാം. ടി സിദ്ദിഖ് MLA കാര്യം, സിദ്ദിഖ് MLAക്ക് 2 ലഡു കൊടുക്കണം. കാരണം ഈ വയനാട് ചൂരൽമല ഉണ്ടാക്കിയ സമയത്ത് ഒരു MLA എങ്ങനെയായിരിക്കണം, എന്താകണം എന്ന് തെളിയിച്ച MLA 3 കൊടുത്തു. ഓക്കെ, അപ്പം ഓക്കെ, വയനാട് ജില്ലയിൽ നമ്മൾ ഇതെല്ലാം പ്രതീകാത്മകമാണ്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിച്ചോണം. അതാണ് നമ്മുടെ സന്തോഷമുള്ളൊരു കാര്യം. ഇനി കാസർഗോഡാണ് ഈ വിതരണം നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ പ്രതീകാത്മകമായ ലഡു വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഷ്മി പറഞ്ഞ പോലെ തന്നെ കശുവണ്ടി പരിപ്പൊക്കെ ഉണ്ട്. ആയിട്ടില്ല. നമുക്ക് 2-3 ജില്ലകളും 4 ജില്ലകളിലും ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾ ഇത്രയും ജില്ലകളിലെ ബാക്കിയുള്ള ജില്ലകളിൽ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ എൻ്റെ പിന്നാലെ ഉണ്ട്. നമുക്ക് വരുന്ന മുറയ്ക്ക് കാണിച്ചു തരാം.